ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എറർ അനാലിസിസ് ആണ് നമ്മുടെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, നാളെയാണ് CSIRന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. പലരും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യുക, അതായത് ഫോം എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് CSIR എഴുതുക എന്ന് പറയുന്നതൊക്കെ എന്താണ്, അത് വെറും സ്വപ്നം മാത്രമാണ്. അതൊന്നും നടക്കില്ല. നമ്മൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് പഠിക്കുക, അതുവരെ പഠിച്ചത് വെച്ച് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അത്രേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൂഗിൾ ക്ലാസ് റൂം വഴിയായിരുന്നു ഇതുവരെ നമ്മൾ അസൈൻമെൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ മാത്സിൻ്റെ ഞാനെടുക്കുന്ന പോർഷൻ്റെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തരുന്ന രീതി ഒരു ചെറിയ മാറ്റം ഉണ്ടാകും. ഇതുവരെ വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുമായിരുന്നു, അതിൻ്റെ കൂടെ പറയുമായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യനായിട്ട് അങ്ങനെ വീഡിയോൻ്റെ കൂടെ അത് എഴുതി ഉണ്ടാക്കണം, കുറേ പണിയാണ്. അത് വീഡിയോൻ്റെ സൈസ് കൂടുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മളിനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു പാഡ്ലെറ്റ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കിട്ടും. ഗൂഗിൾ ക്ലാസ് റൂമിൽ അസൈൻമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, അസൈൻമെൻറ്റ് നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാഡ്ലെറ്റ് ഡിസ്കഷൻ്റെ അല്ലെങ്കിൽ അനൗൺസ്മെൻ്റ് ആയിട്ടോ അസൈൻമെൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം കിട്ടും. അപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾ അന്നത്തെ ദിവസത്തെ അസൈൻമെൻറ്റ് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു പാഡ്ലെറ്റ് ഡിസ്കഷൻ്റെ ഒരു ഡിസ്കഷൻ വാളിലേക്ക് നിങ്ങൾ പോകും. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോ ദിവസത്തെ ടെസ്റ്റും ഞാൻ എന്ത് ചെയ്യും, അതിൽ ടെസ്റ്റ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പാഡ്ലെറ്റ് വാൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നമ്മുടെ CSIRന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഞാനിടുന്ന പോസ്റ്റുകൾക്ക് കമൻറ്റ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പോസ്റ്റ് ഇടാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാനും അത് കളക്ട് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പാഡ്ലെറ്റ് വാൾ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് അതിൻ്റെ പ്രൈവസി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങളൊരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് പാഡ്ലെറ്റ് വാൾ നിങ്ങൾ തുറന്നാൽ ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഞാൻ ഇനി ഇതിൻ്റെ കൂടെ പറഞ്ഞത് നമ്മുടെ ഈ നെറ്റ് കോച്ചിങ്ങിൻ്റെ പാഡ്ലെറ്റാണ് ഈ കാണുന്ന ഈ ഒരു വാള്. ഇപ്പോൾ ഇവിടെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എറർ അനാലിസിസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ടെസ്റ്റിൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സൈൻ ഇൻ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID മറ്റ് ഡീറ്റെയിൽസോ ഒന്നും എന്ത് ചെയ്യില്ല, കണക്ട് ചെയ്യില്ല. നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ പേര് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ABCD എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എഴുതിയിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനി മുതലുള്ള ഈ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ തരുന്ന ഒരു രീതി. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ഫോളോ ചെയ്യാം. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. എറർ അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫിസിസിസ്റ്റുകൾ ധാരാളം എക്സ്പെരിമെൻറ്റുകൾ ചെയ്യും. ഈ ഓരോ എക്സ്പെരിമെൻറ്റിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ്പെരിമെൻറ്റ് വി ആർ മെഷറിങ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഞാനിവിടെ എക്സ് എന്ന് പറയുന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുകയാണ്. അങ്ങനെ മെഷർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വാല്യൂ കിട്ടും. ഫസ്റ്റ് മെഷർമെൻറ്റിൽ എനിക്ക് കിട്ടിയ വാല്യൂ X1 ആയിരുന്നു. പിന്നത്തെ മെഷർമെൻറ്റിൽ എനിക്ക് കിട്ടിയ വാല്യൂ X2 ആയിരുന്നു. പിന്നത്തെ മെഷർമെൻറ്റിൽ എനിക്ക് കിട്ടിയ വാല്യൂ X3 ആയിരുന്നു, എക്സെട്ര. ഞാൻ n നമ്പർ ഓഫ് മെഷർമെൻറ്റ് നടത്തിയാൽ ഫൈനലി എനിക്ക് എന്ത് കിട്ടും, Xn എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള വാല്യൂവിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതാണ് കറക്റ്റ് എന്ന് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ പറയും മോസ്റ്റ് ആക്യുറേറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമ്മളെടുത്ത ഈ മെഷർമെൻറ്റിൻ്റെ മീൻ വാല്യൂ ആയിരിക്കും. നമ്പർ ഓഫ് മെഷർമെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ മീൻ വാല്യൂ എടുക്കുമ്പോൾ എന്തായിരിക്കും, മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ മെഷേർഡ് വാല്യൂവിൻ്റെ മീൻ കാണുക, ആവറേജ് കാണുക. അതിനെ നമ്മൾ പറയുന്ന പേരാണ് മീൻ വാല്യൂ, അതല്ലെങ്കിൽ ട്രൂ വാല്യൂ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറ് XM എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടായിരിക്കും. അപ്പോൾ XM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, XM ഈക്വൽ ടു X1 പ്ലസ് X2 പ്ലസ് X3 പ്ലസ് എക്സെട്രാ XN
ഡിവൈഡഡ് ബൈ n. അതായത് നമുക്ക് കിട്ടിയ മെഷേർഡ് വാല്യൂസിൻ്റെ ആവറേജ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മീൻ വാല്യൂ എന്ന് പറയുക. അടുത്തൊരു ടേം നമുക്ക് പഠിക്കാനുള്ളത് അബ്സല്യൂട്ട് എററാണ്. അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഷർ ചെയ്ത ഓരോ വാല്യൂവിലും എത്രത്തോളം എറർ ഉണ്ട്, അതാണ് അബ്സല്യൂട്ട് എറർ നമുക്ക് പറഞ്ഞു വരുന്നത്. അപ്പോൾ x1ലുള്ള എററിനെ നമ്മൾ എന്ത് പറയും, അബ്സല്യൂട്ട് എറർ ഇൻ x1 എന്ന് പറയും. അതിനെ ഡെൽറ്റ x1 എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിനോട്ട് ചെയ്യും. ഡെൽറ്റ x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ വാല്യൂ ആണ്, മോസ്റ്റ് അക്യുറേറ്റ് വാല്യൂ, ട്രൂ വാല്യൂ. ട്രൂ വാല്യൂവിൽ നിന്ന് നമ്മൾ കിട്ടിയ x1 വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ മോഡുലസ് എടുക്കുക. ഓക്കെ, അതിനെയാണ് എന്ത് പറയുക, ഡെൽറ്റ x1 എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ x2 എന്തായിരിക്കും, ഡെൽറ്റ x2 ഈക്വൽ ടു മോഡ് ഡെൽറ്റ xm മൈനസ് x2. ഫൈനലി നമുക്ക് ലാസ്റ്റ് കിട്ടും ഡെൽറ്റ xn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, മോഡ് xm മൈനസ് xn. ഓക്കെ, ഇതിനെന്ത് പറയും, നമ്മൾ അബ്സല്യൂട്ട് എറർ എന്ന് പറയും. നമ്മൾ എടുത്ത ഓരോ മെഷേർഡ് വാല്യൂവിലും എത്രത്തോളം എറർ ഉണ്ട് നോക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മീൻ വാല്യൂവിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്ത വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അബ്സല്യൂട്ട് എറർ കിട്ടും. ഇനി അടുത്തൊരു ടേമാണ് മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്സല്യൂട്ട് എററുകളുടെ ഓരോ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റിലുള്ള അബ്സല്യൂട്ട് എററുകളുടെ മീൻ വാല്യൂ, അതിനെയാണ് എന്ത് പറയുക, മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുക. അപ്പോൾ എന്തായിരിക്കും, ഡെൽറ്റ x1 പ്ലസ് ഡെൽറ്റ x2 പ്ലസ് എക്സെട്ര ഡെൽറ്റ xn ഹോൾ ഡിവൈഡഡ് ബൈ n. ഇതിനെയാണ് എന്ത് പറയുക, മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുക. ഇനി അടുത്ത ഒരു ടേം നമുക്ക് പഠിക്കാനുള്ളത് റിലേറ്റീവ് എററാണ്. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എക്സം ഡിവൈഡഡ് ബൈ എക്സം, അതിനെയാണ് എന്ത് പറയുക, റിലേറ്റീവ് എറർ എന്ന് പറയുക. ഡെൽറ്റ എക്സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ. എക്സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മെഷേർഡ് വാല്യൂവിൻ്റെ മീൻ വാല്യൂ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ട്രൂ വാല്യൂ എന്ന് വിളിച്ചത്. അപ്പോൾ മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ എക്സം, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റിലേറ്റീവ് എറർ എന്ന് പറയുക. ഡെൽറ്റ എക്സം ബൈ എക്സമിനെ നമ്മൾ എന്ത് പറയും, റിലേറ്റീവ് എറർ എന്ന് പറയും. അടുത്തൊരു ടേം നമുക്കിനി പഠിക്കാനുള്ളത് പെർസെൻറ്റേജ് എററാണ്. പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡെൽറ്റ എക്സം ഡിവൈഡഡ് ബൈ എക്സം, അതാണ് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ ഇൻറ്റു 100, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പെർസെൻറ്റേജ് എറർ എന്ന് പറയുക. പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എറർ ഇൻറ്റു 100. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡെൽറ്റ എക്സം ബൈ എക്സം. ഡെൽറ്റ എക്സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ അബ്സല്യൂട്ട് എറർ, എക്സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൂ വാല്യൂ. ഓക്കെ, സപ്പോസ് ഒരു ക്വസ്റ്റ്യനിൽ അവർ ലെങ്ത്ത് മെഷർ ചെയ്തിട്ടുണ്ട്. ലെങ്ത്ത് മെഷർ ചെയ്തിട്ട് അവർക്ക് ഫൈനലി 10 ± 0.1 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയാൽ നമ്മളതിന് മനസ്സിലാക്കണം 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മെഷർ ചെയ്ത എല്ലാ മെഷർമെൻറ്റിൻ്റെയും ആവറേജ് കണ്ട ആവറേജ് വാല്യൂ ആണ്. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ. അവരുടെ 0.1 ± 0.1 എന്ന് പറഞ്ഞാൽ എററാണ്. എറർ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള എററാണ്, മീൻ അബ്സല്യൂട്ട് എററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 10 ± 0.1 എന്ന് തന്നാൽ നമ്മൾ മനസ്സിലാക്കണം 10 എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻ വാല്യൂ ആണ്. 0.1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരുടെ മീൻ അബ്സല്യൂട്ട് എററാണ്. മീൻ അബ്സല്യൂട്ട് എററാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ നമ്മുടെ ക്വസ്റ്റ്യനിൽ 10 ± 0.1 എന്ന് പറയുന്ന ഈ ഒരു എക്സാമ്പിളിൽ റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0.1 ഡിവൈഡഡ് ബൈ 10 ആണ്. അപ്പോൾ റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡെൽറ്റ എക്സം ബൈ എക്സം ആണ്. ഇപ്പോൾ ഡെൽറ്റ എക്സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേസിൽ എന്താണ്, 0.1 ആണ്. മീൻ അബ്സല്യൂട്ട് എറർ 0.1 ആണ്, ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ അതായത് 10. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് എറർ എന്തായിരിക്കും, പെർസെൻറ്റേജ് എറർ ഈക്വൽ ടു 0.1 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ് എറർ. എറർ അനാലിസിസിൽ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട കുറച്ച് റൂൾസാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, ഒന്ന് എക്സ് അതുപോലെ തന്നെ വൈ. അതിൻ്റെ സമ്മേഷനാണ് സെഡ് എന്ന് പറഞ്ഞത്, സം ഓഫ് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ എക്സ് ഞാൻ മെഷർ ചെയ്യുന്നു, വൈ ഞാൻ മെഷർ ചെയ്യുന്നു. ശേഷം എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതിനെ ഒരു ക്വാണ്ടിറ്റി ആക്കി എഴുതി, സെഡ് ആക്കി എഴുതി. അങ്ങനെയാണെങ്കിൽ ആ സെഡിൽ ഉണ്ടാകുന്ന മാക്സിമം പോസിബിൾ എററിനെ, വേഴ്സ്റ്റ് കേസിലുണ്ടാകുന്ന മാക്സിമം പോസിബിൾ എററിനെ ഞാൻ എന്ത് വിളിച്ചു, ഡെൽറ്റ സെഡ് എന്ന് വിളിച്ചു. മാക്സിമം എറർ, മാക്സിമം എറർ. ഓക്കെ, അതെത്രയായിരിക്കും, അത്
എക്സിലുണ്ടാകുന്ന എറർ ഡെൽറ്റ എക്സ് പ്ലസ് വൈയിലുണ്ടാകുന്ന എറർ ഡെൽറ്റ വൈ. അപ്പോൾ ഡെൽറ്റ സെഡ് മാക്സിമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ സെഡ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഇക്വേഷൻ തന്നു. ആ ഇക്വേഷനിൽ അഡീഷനായിട്ട് 2 ടേം ഉണ്ട്, സമ്മേഷനായിട്ട് 2 ടേം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എറർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ടേമിൻ്റെ എറർ പ്ലസ് രണ്ടാമത്തെ ടേമിൻ്റെ എറർ. ഓക്കെ, ഇനി മറ്റൊന്ന് അടുത്ത റൂളിനെ നമ്മൾ പറയും. ഈ റൂളിനെ നമ്മൾ സം റൂൾ എന്നാണ് പറയുക. സെക്കൻഡ് റൂളിനെ നമ്മൾ പറയൽ പ്രൊഡക്റ്റ് റൂൾ എന്നാണ്. എൻ്റെ കയ്യിൽ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഒന്ന് എക്സ് ആണ്, ഒന്ന് വൈ ആണ്. അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് ഞാൻ വേറൊരു ക്വാണ്ടിറ്റി ആക്കി എഴുതി. അപ്പോൾ സെഡ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. അങ്ങനെയാണെങ്കിൽ എനിക്കവിടെയുള്ള റിലേറ്റീവ് എറർ എത്രയെന്ന് കാണണം. ഓക്കെ, റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ സെഡ് ബൈ സെഡ്. അതിനാണ് എന്ത് പറയുക? റിലേറ്റീവ് എറർ എന്ന് പറയുക. അപ്പോൾ എനിക്കറിയാം, ഞാൻ അതിന് വേണ്ടി ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡി സെഡ് ഈക്വൽ ടു എന്താണ്? ഡി സെഡ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇനി എനിക്ക് ഡി സെഡ് ബൈ സെഡ് കിട്ടും. ഡി സെഡ് ബൈ സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ സെഡ്. സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പോൾ എന്താ പറയുക, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. എക്സും എക്സും ഫസ്റ്റ് ടേമിൽ കട്ടായി പോയാൽ ബാക്കി ഡി വൈ ബൈ വൈ പ്ലസ് വൈയും വൈയും സെക്കൻഡ് ടേമിൽ കട്ടായി പോയാൽ നമുക്ക് എന്ത് കിട്ടും? ഡി എക്സ് ബൈ എക്സ്. അപ്പോൾ നമുക്ക് കിട്ടി ഡി സെഡ് ബൈ സെഡ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ പ്ലസ് ഡി എക്സ് ബൈ എക്സ്. ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ വൈ പ്ലസ് ഡെൽറ്റ എക്സ് ബൈ എക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് റൂള്. ഓക്കെ, അപ്പോൾ എക്സ് ഇൻറ്റു വൈ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്വാണ്ടിറ്റി ഒരു ഇക്വേഷനായിട്ട് നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് എന്ത് ചെയ്യേണ്ടത്? ഉപയോഗിക്കേണ്ടത്. അടുത്തത് കോഷ്യൻ്റ് റൂള്. കോഷ്യൻ്റ് റൂളിൽ 2 ക്വാണ്ടിറ്റി ഉണ്ട്. ഒന്ന് എക്സും ഒന്ന് വൈയും. അത് എക്സ് ബൈ വൈ എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. റിലേറ്റീവ് എറർ ഇൻ സെഡ് ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ വൈ പ്ലസ് ഡെൽറ്റ എക്സ് ബൈ എക്സ്. അടുത്തത് എക്സ്പൊണൻ്റ് റൂളാണ്. എക്സ്പൊണൻ്റ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ഫോമിലാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു ഇക്വേഷൻ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡി സെഡ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എക്സിൻ്റെ ഡിഫറൻഷ്യൽ ഡി എക്സ്. അപ്പോൾ ഡി സെഡ് ബൈ സെഡ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1 ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. ഡിവൈഡഡ് ബൈ സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ് റേസ് ടു എൻ ആണ്. അപ്പോൾ എക്സ് റേസ് ടു എന്നും എക്സ് റേസ് ടു എന്നും കട്ടായി പോയി. ബാക്കി ആരുണ്ട്? എൻ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ എക്സ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പൊണൻ്റ് റൂള് അതല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ റൂൾ എന്നൊക്കെ പറയാം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വോളിയം ഉണ്ട്. വോളിയം നമ്മളെങ്ങനെ മെഷർ ചെയ്യുക? 4/3 പൈ ആർ ക്യൂബ്. ഇതിൽ 6 മാത്രമാണ് മെഷേർഡ് ക്വാണ്ടിറ്റി. ബാക്കിയുള്ളതൊക്കെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിലൊന്നും ഒരു എറർ ഉണ്ടാവില്ല. അതുകൊണ്ട് എറർ അനാലിസിസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വോളിയത്തിലുള്ള എറർ കാണുന്ന സമയത്ത് ആ കോൺസ്റ്റൻറ്റിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. കാരണം കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? റിലേറ്റീവ് എറർ കാണണം. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ വി ബൈ വി. ഡെൽറ്റ വി ബൈ വി ആണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ്? എൻ ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ എക്സ് ആണ്. അപ്പോൾ ഇവിടെ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3 ആണ്. അപ്പോൾ ഡെൽറ്റ എക്സ് അവിടെ എക്സ് റേസ് ടു എൻ ആയ സമയത്താണ്. ഇവിടെ ആർ ക്യൂബ് ആയതുകൊണ്ട് ഡെൽറ്റ ആർ ബൈ ആർ. അപ്പോൾ റിലേറ്റീവ് എറർ ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഡബ്ല്യു എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? സെഡ് റേസ് ടു എ ഇൻറ്റു വൈ റേസ് ടു ബി ഡിവൈഡഡ് ബൈ സെഡ് റേസ് ടു സി. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് എറർ ഇൻ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ ഡബ്ല്യു ബൈ ഡബ്ല്യു. അതെന്താണ്? എ ഇൻറ്റു ഡെൽറ്റ സെഡ് ബൈ സെഡ് പ്ലസ് ബി ഇൻറ്റു ഡെൽറ്റ വൈ ബൈ വൈ പ്ലസ് സി ഇൻറ്റു ഡെൽറ്റ സെഡ് ബൈ സെഡ്. നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള എന്താ പറയുക,
നമ്മുടെ പ്രൊഡക്റ്റ് റൂളും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പോണൻഷ്യൽ റൂളും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ടൈം പീരീഡ് ഉണ്ട്. ടൈം പീരീഡ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്താണ്? t = 2π × √L/g. 2π കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. √L/g എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? L⁻½ /g⁻². അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് റൂൾ, കോഷ്യൻ റൂളും അതുപോലെ തന്നെ എക്സ്പോണൻറ്റ് റൂളും കൂടെ ഉപയോഗിച്ചിട്ട് അതിനെങ്ങനെ എഴുതാം? റിലേറ്റീവ് എറർ ഇൻ ടൈം പീരീഡ് = Δt/t ½ × n × Δl/l + ½ × Δg/g. ഓക്കെ, അടുത്തത് നമ്മളെ കൂളം ഫോഴ്സ്. കൂളം ഫോഴ്സിൽ നമ്മൾ k കോൺസ്റ്റൻ്റ് ആണ്, 1/4πε0. E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിൻ്റെ ചാർജാണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ മെഷേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 2 ഇലക്ട്രോണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് എറർ ഇൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Δf/f = 2 × Δr/r. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോഴ്സിലുണ്ടാകുന്ന റിലേറ്റീവ് എറർ. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഗിവൺ ബൈ t = 2π × √L/g if the maximum error in measuring t is 0.05% and in measuring L is 0.5%. What is the relative error in g? അപ്പോൾ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആദ്യം നമുക്ക് എടുത്തെഴുതാം. ഒന്ന് ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ അവർ തന്നിട്ടുണ്ട്. t = 2π × √L/g. ഓക്കെ, നമുക്കറിയുന്ന ഇക്വേഷനാണ്. നമുക്കതിൽ ജിയിലുള്ള പെർസെൻറ്റേജ് റിലേറ്റീവ് എററാണ് കാണേണ്ടത്. അപ്പോൾ Δg/g ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഫോർമുല ആ രൂപത്തിലേക്ക് മാറ്റാം. അപ്പോൾ t² = 4π². 2π കോൺസ്റ്റൻ്റ് ആണ്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു. ബാക്കി എന്താ ഉള്ളത്? √L/gയുടെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ L/g. അങ്ങനെയാണെങ്കിൽ g = നമുക്ക് എന്ത് കിട്ടും? g = L/t². അപ്പോൾ അവിടെ കോഷ്യൻ റൂൾ ഉപയോഗിക്കണം, എക്സ്പോണൻഷ്യൽ റൂൾ ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Δg/g കിട്ടും. Δg/g = Δl/l പ്ലസ്, ഇപ്പോൾ ഉപയോഗിക്കുന്നത് കോഷ്യൻ റൂളാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? നമ്മുടെ എക്സ്പോണൻറ്റ് റൂൾ ഉപയോഗിക്കണം. 2 × Δt/t. ഇനി നമുക്ക് Δl/l അതുപോലെ Δt/t കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? Δg/g കിട്ടും. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണ്? പെർസെൻറ്റേജ് എറർ ഇൻ ടി, മാക്സിമം പെർസെൻറ്റേജ് എറർ ഇൻ ടി എത്ര തന്നിട്ടുണ്ട്? 0.05% ആണ് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? പെർസെൻറ്റേജ് എറർ തന്നെന്ന് പറഞ്ഞാൽ Δt/t × 100 ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? തന്നിട്ടുള്ളത്. അത് എത്ര പെർസെൻറ്റേജാണ് തന്നിട്ടുണ്ട്? 0.05 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 100 ഇവിടെ നിന്ന് ഒഴിവാക്കിയാൽ ഈ പെർസെൻറ്റേജ് ഇവിടെ നിന്ന് ചെയ്താൽ മതി, ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിന് പറയാൻ പറ്റും Δt/t = 0.05. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നമുക്ക് എഴുതാൻ പറ്റും Δl/l = 0.5. Δl/l = 0.5. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആരെ കാണാൻ പറ്റും? Δg/g കാണാൻ പറ്റും. Δg/g = Δl/l നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് കിട്ടി 0.5 പ്ലസ് 2 × Δt/t നമുക്ക് എന്ത് കിട്ടി? 0.05. ഓക്കെ, അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.6 കിട്ടും. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ഉണ്ടാകുന്ന റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 0.6 ആണ്. ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലുള്ള പെർസെൻറ്റേജ് എററാണ് കാണാൻ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ×100 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യാറുണ്ട്? സാധാരണ CSIR ചോദിക്കാറുണ്ട്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അസൈൻമെൻറ്റായിട്ട് 3 CSIRന് ചോദിച്ച 3 ക്വസ്റ്റ്യൻസ്, 2017 ചോദിച്ച 2 ക്വസ്റ്റ്യൻസും 2015 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? അസൈൻമെൻറ്റായിട്ട് ഇന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഗൂഗിൾ ക്ലാസ് റൂമിൽ അസൈൻമെൻറ്റ് സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ പാഡ്ലെറ്റിൻ്റെ വാളിലേക്ക് പോകും. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും.